ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് ഈദ് ഹെന്ന വ്ളോഗാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡേ 1 ചെയ്തു, ഇത് ഡേ 2ൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് 11 മണിക്കാണ് കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. കിടക്കുമ്പോൾ ഒരു 7:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ വിട്ട കാരണം കുറച്ച് ലേറ്റായി. അപ്പോൾ കസ്റ്റമറെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമറായ കാരണം ഇങ്ങനെ വിവരം പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടെ എത്തി. 2 കുട്ടികൾക്കും അതേപോലെ തന്നെ 2 വലിയവർക്കാണ് ഇടാറ്. വലിയ കസ്റ്റമറായിരുന്നു. കുട്ടികൾക്ക് 2 പേർക്കും കൈൻ്റെ ഉള്ളിലും പുറടിയുമ്പോൾ മാത്രമേ ഇടാണ്ടായിരുന്നുള്ളൂ. വലിയവർക്ക് കാലിലും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മതിയെന്ന് പറഞ്ഞു. നമ്മൾ കുട്ടികൾക്കുള്ള ഡിസൈൻ ഇടായിരുന്നു. മൊബൈൽ ഡിസൈൻ തന്നെ ആയിരുന്നു. അവർ മൊബൈലിൻ്റെ ഡിസൈൻ കാണിച്ചു തന്നിട്ട് അതേ സെയിം പോലെ തന്നെ ഇട്ടെടുക്കാനാണ് പറഞ്ഞത്. ഈ കസ്റ്റമറുടെ പേര് ഫാത്മ എന്നാണ്. നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. ആളിവിടെ ബലദിയയിലാണ് വർക്ക് ചെയ്യുന്നത്. പെരുന്നാളിൻ്റെ ടൈമിൽ ഓൾറെഡി ബുക്ക് ചെയ്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതല്ലാണ്ട് അവർ ഈ ഡിസൈൻ കണ്ടിട്ട് ഇഷ്ടമായിട്ട് പിന്നെ വീണ്ടും അങ്ങനെ അവർ റിലേറ്റീവ്സ് ആണ് ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കണവരുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്നാലും അവർ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്, തീരെ പറ്റില്ല പറഞ്ഞാലും ചെറിയ ഡിസൈനാണ് പെട്ടെന്ന് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വിളിക്കുക. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ ആൾക്കാരുണ്ടാവും, കസ്റ്റമേഴ്സൊക്കെ കുറേ പേരുണ്ടാവും. പിന്നെ വലിയ വലിയ ഡിസൈൻസും കാലിടാനൊക്കെ ആയിരിക്കും. അങ്ങനെ ആദ്യമൊക്കെ അറിയാണ്ട് ഒരു ചെറിയ ഡിസൈനാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് കഴിയുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോയിരുന്നു ഫസ്റ്റ് ടൈമിലൊക്കെ. പിന്നെയാണ് മനസ്സിലായത് അവിടെ പോയി കഴിഞ്ഞാൽ തീരെ അവിടുന്ന് ഊരിപ്പോരാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാൻ അങ്ങനെ എടുക്കലില്ല. ഓൾറെഡി ബുക്ക് ചെയ്ത വർക്കാണ് പിന്നെ ഞാൻ എടുക്കൽ. കാരണം ഓൾറെഡി ബുക്ക് ചെയ്തുള്ളവർ തന്നെ പിന്നെ ടൈം കറക്റ്റ് ആവാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇട്ട് കഴിഞ്ഞു, ഞാൻ അടുത്ത കുട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്നാപ്പിൽ ഇട്ടിട്ട് അവരുടെ സിസ്റ്ററും അതിൻ്റെ മക്കൾക്കും കൂടെ ഹെന്ന ഇടണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈം മതി പെട്ടെന്നിട്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെല്ലാം 1 മണിക്ക് അടുത്ത ബുക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരുടെയും കയ്യിലിട്ട് കഴിഞ്ഞു. ഇനി കാലുമ്മലും കൂടി ഇടാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ സിസ്റ്ററെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവരുടെ സിസ്റ്ററും അതിൻ്റെ കുട്ടികൾക്കുമാണ് ഇടാനുള്ളത്. അപ്പോൾ ഞാൻ 1 മണിക്കത്തെ അപ്പോയിൻമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞു. അത് നല്ല കസ്റ്റമറാണ്, അതെൻ്റെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരുടെ സിസ്റ്ററെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവരെന്നെ കൊണ്ടാക്കി തരാം, ഇവരെന്നെ എടുക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഉംസലാലിലാണ് ഇവരുടെ സിസ്റ്ററെ വീട് വരുന്നത്. അപ്പോൾ അവർ സിസ്റ്റർക്കും അതുപോലെ തന്നെ സിസ്റ്റർ 5 മക്കളുണ്ട്. അപ്പോൾ അവർക്കും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവരുടെ വീട്. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ അറബിയുടെ വീടൊക്കെ എങ്ങനെയാണ്, ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇവർക്ക് ഹെന്ന ഇട്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. കാരണം മറ്റവർ വെയിറ്റിംഗ് അല്ലേ. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ 6:52 7 മണിയുടെ അടുത്തായി അവിടെ നിന്ന് പോകുമ്പോൾ. ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നതാണ്. 5 ബേബിക്കും അതുപോലെ തന്നെ ഒരാൾക്കും വലിയ ആൾക്കും കാലുമ്മലൊക്കെ ഇടണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് വേറെ 2-3 കുട്ടികൾ വന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്ന്. എൻ്റെ മറ്റേ കസ്റ്റമർക്ക് ഞാൻ വിളിച്ചിങ്ങനെ വിവരം പറഞ്ഞു, കാരണം അവിടെ തീരെ പോരാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇത് എൻ്റെ ഫേവറേറ്റ് ഒരു കസ്റ്റമറാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ റൂമിൻ്റെയൊക്കെ ഭാഗം റാവത്തുൽ ഹമ്മാമിൽ തന്നെയാണ്. പേര് വരുന്നത് താജിബ എന്നാണ്. നല്ല ഫേവറേറ്റ് കസ്റ്റമറാണ്. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റൊക്കെ തരും. അങ്ങനെ ഇവർക്ക് 4 ബേബീസിനാണ് ഇട്ട് കൊടുക്കാനുള്ളത്. പിന്നെ ആ മേഡത്തിനും അതിന് കാലിലും കയ്യിലൊക്കെ പുറടിയുമ്മലൊക്കെ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് അതിൻ്റെ മുകൾക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മൊബൈൽ ഡിസൈൻ തന്നെയായിരുന്നു, എല്ലാതും മൊബൈൽ ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ. കൈൻ്റെ പുറടിയുമ്മലൊക്കെ നമ്മൾ ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഞാൻ ലേറ്റായ കാരണം പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുണ്ടപ്പോൾ ആളെന്നോട് പറഞ്ഞ് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആൾ വീഡിയോ എടുത്ത് തന്നു. അതുപോലെ ഹെന്ന ആഫ്റ്റർ കെയർ ഓയിലും അതുപോലെ ബോഡി ക്രീമും ബോഡി ഓയിലും ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കസ്റ്റമർ നമ്മളിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ഫസ്റ്റത്തെ കുട്ടിയുടെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആൾക്കും ഇതേ സെയിം തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ സെയിം തന്നെ മറ്റാൾക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ബാക്കിയുള്ള ആൾക്ക് വേറെ മൊബൈൽ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. വലിയ കസ്റ്റമേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കഴിയാൻ പറ്റും. മാത്രമല്ല അവരിങ്ങനെ ഇനങ്ങാണ്ടൊക്കെ കറക്റ്റ് ഇരിക്കുമല്ലോ. പിന്നെ മാത്രമല്ല അവർ കയ്യിലൊക്കെ തന്നെ വാക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കഴിയാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർ വാക്സ് അങ്ങനെ ചെയ്യില്ല. കുറച്ച് ഏജായി കഴിഞ്ഞാണ് അവർ വാക്സ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഏസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഹെന്ന ഇടുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അങ്ങനെ രണ്ടാമത്തെ കുട്ടിയുടെ ഇട്ട് കഴിഞ്ഞു. ആ കുട്ടിക്ക് കൈയിൻ്റെ പുറടിമ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി അടുത്ത ആൾക്ക് വേറെ ഡിസൈനാണ്. അങ്ങനെ അടുത്ത ആൾക്ക് തന്നിട്ടുള്ള ഡിസൈൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അതേ സെയിം പിക്ക് അതിന് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിസൈനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണേ. അത് തിന്നായിട്ട് അല്ലാണ്ട് തിന്നാൻ വേണ്ട, കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ആ പിക്കിൽ കണ്ണനായിട്ടും കുറച്ച് കൂടി കട്ടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്യണത്. ഈ കുട്ടിക്കും കൈയുടെ പുറടിയുമ്പോൾ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹെയർസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ചെറിയ ചെറിയ ഹെയർസ് ഉള്ള കാരണം ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തുന്നത് ആ കുട്ടി തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിലും നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കോഫി കുടിച്ച് പിന്നെ അവരെന്തോ ഒരു ചിക്കൻ്റെ റോള് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ടൊരു വർക്കും കൂടി ഉണ്ട്. അത് ബുക്കിംഗ് വർക്കല്ല, ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചതാണ് കസ്റ്റമർ. അപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ലേറ്റ് ആയാലും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ കസ്റ്റമറുടെ അടുത്ത് പോകണം. ആ കസ്റ്റമർ ലൊക്കേഷൻ വരുന്ന ഇവിടെ അടുത്ത് തന്നെയാണ്, ഗറാഫയിലാണ് വരുന്നത്. 2 കുട്ടികൾക്കും അതുപോലെ തന്നെ 2 വലിയവർക്കും വരണമെന്നാണ് പറഞ്ഞത്. സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേഗം ഇട്ട് കഴിയാലോ വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് ഇത് വേഗം ഇവിടുത്തെ കഴിച്ചിട്ട് വേണം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ കൈയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കഴിയും. മാഡത്തിൻ്റെ ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞു, കയ്യിലും അതുപോലെ തന്നെ കാലിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിയാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചു. മജ്ബൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അവർ ഞാൻ ഇട്ട് കഴിയാറായപ്പോൾ തന്നെ പോവാറായപ്പോൾ ഒരു കോഫിയും അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ എന്തോ ഒരു സ്നാക്കും കൂടെ കൊണ്ടുവച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്തോ ചിക്കനൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. 2:05 ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ. ഇനി നമ്മൾ നേരെ ഗറാഫയിലേക്കാണ് പോയോണ്ടിരിക്കണേ. ഭയങ്കരമായി ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വർക്കല്ലേ, അപ്പോൾ ഇതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. ഈ കസ്റ്റമർ നമ്മൾ ആദ്യമായിട്ടോട്ടോ വിളിക്കുന്നത്, മുന്നേയുള്ള കസ്റ്റമർ അല്ല അത്. അങ്ങനെ നമ്മളവിടെ എത്തി. അവരൊരു മൊബൈൽ ഡിസൈനാണ് തന്നിരിക്കുന്നത്. മുന്നേ നമ്മൾ ഇട്ടില്ല, ഇന്നാണ് ഇട്ട ഡിസൈൻ തന്നെയായിരുന്നു. എന്നോട് ഡിസൈൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഈ ഡിസൈൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടിക്കാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. കൈൻ്റെ പുറടിയിലും കൈൻ്റെ അടിയിലും ഇട്ട് കൊടുത്ത്. പിന്നെ ഉണ്ടായിരുന്ന അതിൻ്റെ സിസ്റ്ററായിരുന്നു. അതിന് കൈൻ്റെ പുറടിയുമലും കൈൻ്റെ അടിയിലും സിമ്പിളായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. മുന്നത്തെ ഡിസൈൻ തന്നെ അത്രയൊക്കെ ഇല്ലാണ്ട് അതിൻ്റെ കുറച്ച് ഹാഫായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ വിളിച്ച കസ്റ്റമർക്കാണ് അടുത്ത് ഇട്ട് കൊടുത്തത്. അതിൻ്റെ പേരാണ് ഫാത്മ. ആൾക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിൻ്റെ പേര് ഫാത്മ, സാറ, നൂറ അങ്ങനെ തന്നെ ആയിരിക്കും, ഐഷ. നമ്മളെ നാട്ടിലത്തെ പോലെ 2 പേരൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആകെ ഒറ്റ പേരും പിന്നെ അവരുടെ വീട്ടു പേര്, ഉപ്പാടെ പേര് അങ്ങനെ ആയിട്ടാണ് വരിക. അങ്ങനെ നമ്മൾ ഈ കസ്റ്റമറെ ഇട്ട് കഴിഞ്ഞു. മൊബൈൽ ഡിസൈൻ തന്നെയായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കസ്റ്റമറും കൂടെ പെൻഡിങ് ഉണ്ട്. അത് ഈ കസ്റ്റമറുടെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ ആൾക്ക് കൈൻ്റെ അടിയിൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ഇതുപോലെ തന്നെ മൊബൈൽ ഡിസൈൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെയും കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൻ്റെ കൈയുടെ കോലം കണ്ടല്ലോ നിങ്ങൾ. ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഇടാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ. എല്ലാ പ്രാവശ്യവും ഇട്ട് കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.